സുവിശേഷത്തിൻ തെളിച്ചം ആത്മാർപ്പണം. വചനം സത്യം ജീവദായകം. വചനം സത്യം ജീവദായകം. വചനം സത്യം ജീവദായകം. അധ്വാനിപ്പവർ തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അധ്വാനിപ്പവർ തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. പ്രിയപ്പെട്ടവരെ, വീണ്ടും ഒരു ക്രിസ്മസ് വന്നണഞ്ഞു. എല്ലാവരും ക്രിസ്മസിൻ്റെ ഒരുക്കത്തിലായിരിക്കുമല്ലേ? ഓർക്കാനും ഓമനിക്കുവാനുമെല്ലാം നമുക്കൊക്കെ ധാരാളം അനുഭവങ്ങൾ കാണും. കുഞ്ഞുനാളിൽ അമ്മയുടെ കൈ പിടിച്ച് പാതിരാ കുർബാനയ്ക്ക് പോയതും പുൽക്കൂട്ടിൽ പുഞ്ചിരി തൂങ്ങിക്കിടക്കുന്ന ഉണ്ണീശോയെ ഉമ്മ വെച്ചതും ഉണ്ണീശോയ്ക്ക് തൊട്ടരികിൽ മാതാവിനെയും യൗസേപിതാവിനെയും അതിനു പുറകിൽ രാജാക്കന്മാരെയും ആട്ടിടയന്മാരെയും ചുറ്റും ആടുകളെയും പശുക്കളെയും ഒട്ടകങ്ങളെയും ഒക്കെ കണ്ട് കൗതുകത്തോടെ നോക്കി നിന്ന അവസരങ്ങൾ. അപ്പോഴാണിതാ പാട്ടും പാടിക്കൊണ്ട് പപ്പ നമ്മുടെ അടുത്ത് ഓടിയെത്തിയത്. പപ്പായെ കണ്ട് പേടിച്ച് അമ്മയെ കെട്ടിപ്പിടിച്ചതും പേടി മാറ്റാനായി പപ്പ പുഞ്ചിരി തൂങ്ങിക്കൊണ്ട് നമ്മുടെ കയ്യിൽ ഒരു മിഠായി വെച്ച് തന്നതും ഒക്കെ ഓർക്കുന്നില്ലേ? എത്ര മധുരകരമായ ഓർമ്മകളാണിതെല്ലാം. പ്രിയപ്പെട്ടവരെ, ബെത്ലഹേമിലെ ആ കാലിത്തൊഴുത്തിലേക്ക് നമുക്കൊന്ന് യാത്ര ചെയ്യാം. ദൈവത്തിൻ്റെ പുത്രന് ജന്മം കൊള്ളുവാൻ സമയമായപ്പോൾ പിതാവായ ദൈവം തൻ്റെ പുത്രന് യോജിച്ചൊരിടം തേടി അന്വേഷിച്ച് നടന്നു. രാജകൊട്ടാരങ്ങളോ മണിമാളികകളോ പരിശുദ്ധനിൽ പരിശുദ്ധനായ ദൈവത്തിന് ജന്മം കൊള്ളുവാനുള്ള പരിശുദ്ധമായൊരിടമായി ദൈവം കണ്ടെത്തിയില്ല. അവസാനം കാപഢ്യമില്ലാത്ത ലോകത്തിൻ്റെ ഉടമകളായ കന്നുകാലികൾ വസിക്കുന്ന കാലിത്തൊഴുത്തിൽ ദൈവം പരിപാവനമായൊരിടം കണ്ടെത്തി. അവിടെ ദൈവത്തിൻ്റെ പുത്രൻ ജന്മം കൊണ്ടു. പ്രിയപ്പെട്ടവരെ, ദൈവം ഇന്നും തനിക്ക് പിറക്കുവാനുള്ള ഒരിടം തേടി അന്വേഷിച്ച് നടക്കുകയാണ്. നമ്മുടെ ഹൃദയമാകുന്ന പുൽക്കൂടുകളിൽ നിത്യവും ജന്മമെടുക്കുവാൻ ഈശോ കടന്നു വരികയാണ്. ഈ ക്രിസ്മസിന് നാം നമ്മുടെ ഹൃദയമാകുന്ന പുൽക്കൂടുകളെ ഒരുക്കിയിട്ടുണ്ടോ? നിത്യവും വിശുദ്ധ കുർബാനയിൽ ജന്മമെടുക്കുന്ന ഈശോ നമ്മുടെ നാവുകളാകുന്ന പുൽക്കൂടുകളെ പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കുവാൻ നമ്മോട് ആവശ്യപ്പെടുന്നില്ലേ? ഈ ക്രിസ്മസിന് നമ്മുടെ നാവുകളെയും നമ്മുടെ വാക്കുകളെയും നമുക്ക് പരിശുദ്ധമാക്കാം. ഹൃദയമാകുന്ന പുൽക്കൂട് ഈശോയുടെ ജന്മത്തിനായി നമുക്ക് പരിശുദ്ധമായിട്ടൊരുക്കാം. പ്രിയപ്പെട്ടവരെ, ബെത്ലഹേമിലെ പുൽക്കൂട് അത് പരിമിതികളുടെ ഒരു ലോകമാണ്. പരിമിതികളിൽ, പാരതന്ത്ര്യങ്ങളിൽ ഇതാ നമുക്ക് ആശ്വാസമായി കടന്നു വരുന്ന ആ പരമ്പൊരുളിൻ്റെ പാദാന്തികത്തിലേക്ക് നമ്മുടെ സർവ്വ ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും വേദനകളും സന്തോഷങ്ങളും എല്ലാം സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ കുഞ്ഞു നാളിലെ ആ ക്രിസ്മസിൻ്റെ ഓർമ്മയിലേക്ക് നമുക്ക് കടന്നു വരാം.
എന്നോർമ്മയിൽ മിന്നുമാ കുഞ്ഞിലെ ക്രിസ്മസിൻ മേളം, അന്നാദ്യമായി പള്ളിയിൽ പോയി വരും നാളിൻ്റെ ഓളം, വിശ്വാസനാളം എന്നിൽ തിളങ്ങാൻ പുൽക്കൂടു നോക്കി കൈകൂപ്പി നിന്നു പൊന്നുണ്ണി എന്നിലെന്നു ജാതനായി വാണു. എന്നോർമ്മയിൽ മിന്നുമാ കുഞ്ഞിലെ ക്രിസ്മസിൻ മേളം, അന്നാദ്യമായി പള്ളിയിൽ പോയി വരും നാളിൻ്റെ ഓളം. എന്റെ ചുണ്ടിൽ ചാഞ്ചാടി സുവിശേഷമായ ഗാനങ്ങൾ, എന്റെ ആത്മസന്തോഷം കൈവയ്പിലൂടെ ഉണ്ടായി. നീ എന്നും എന്റെ നാവിൽ കുർബാനയായി, നിന്നോട് കൂടെ നിന്നാൽ സ്വർഗീയ ഭാഗ്യം. നീ എന്നും എന്റെ നാവിൽ കുർബാനയായി, നിന്നോട് കൂടെ നിന്നാൽ സ്വർഗീയ ഭാഗ്യം. എന്നാവേ പാടൂ സങ്കീർത്തനം, അങ്ങേയ്ക്കായി മാത്രം പാടൂ. എന്നോർമ്മയിൽ മിന്നുമാ കുഞ്ഞിലെ ക്രിസ്മസിൻ മേളം, അന്നാദ്യമായി പള്ളിയിൽ പോയി വരും നാളിൻ്റെ ഓളം. പ്രൈസ് ദി ലോർഡ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവവചനം കേൾക്കാൻ ദൈവം കൊണ്ടുവന്നിരിക്കുന്ന ദൈവമക്കളെ, ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന സന്ദേശം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായം 9-ാമത്തെ തിരുവചനം. ദൈവം ഇങ്ങനെയാണ് പറയുന്നത്: സൈന്യങ്ങളുടെ കർത്താവ് നമ്മിൽ ഏതാനും പേരെ തിരഞ്ഞെടുത്തില്ലായിരുന്നു എങ്കിൽ നാം സോദോം പോലെ ആകുമായിരുന്നു, ഗൊമോറ പോലെ ആയിത്തീരുമായിരുന്നു. സൈന്യങ്ങളുടെ കർത്താവ് നമ്മിൽ ഏതാനും പേരെ തിരഞ്ഞെടുത്തില്ലായിരുന്നുവെങ്കിൽ, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന, ദൈവത്തിന് വേണ്ടി ചെറുതും വലുതുമായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന, ദൈവത്തിന് വേണ്ടി ആരും അറിയാതെ അണിയറയിൽ കിടന്ന്, ധ്യാനമന്ദിരങ്ങളുടെ അടുക്കളയിൽ കിടന്ന് അനേകം മിഷൻ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ആരും ശ്രദ്ധിക്കപ്പെടാതെ ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ദൈവത്തിൻ്റെ മക്കളെ, ഒരു സമൂഹം വൈദികരെ, ഒരു സമൂഹ സിസ്റ്റേഴ്സിനെ, ഒരു സമൂഹം ആത്മായ ശുശ്രൂഷകരെ, ആത്മാർത്ഥമായിട്ട് ഈശോയ്ക്ക് വേണ്ടി വേല ചെയ്യുന്ന അനേകം ദൈവമക്കളെ, നാനാജാതി മതസ്ഥരായ ഈശോയ്ക്ക് വേണ്ടി വേല ചെയ്യുന്ന അനേകം ദൈവമക്കളെ ദൈവം തിരഞ്ഞെടുത്തില്ലായിരുന്നുവെങ്കിൽ നമ്മുടെയും രാജ്യത്തിൻ്റെ അവസ്ഥ സോദോം പോലെ ആകുമായിരുന്നു, ഗൊമോറ പോലെ ആയിത്തീരുമായിരുന്നു. സൈന്യങ്ങളുടെ കർത്താവ് നമ്മിൽ ഏതാനും പേരെ തിരഞ്ഞെടുത്തില്ലായിരുന്നുവെങ്കിൽ നാം സോദോം പോലെ ആകുമായിരുന്നു, ഗൊമോറ പോലെ ആയിത്തീരുമായിരുന്നു. എന്താണ് പ്രിയപ്പെട്ടവരെ സോദോമിൻ്റെയും ഗൊമോറായുടെയും സ്ഥിതിയായിരുന്നത്? പാപത്തിൻ്റെ മ്ലേച്ഛത നിമിത്തം, സ്വർഗ സമൂഹത്തിൻ്റെ അതിരറ്റ മ്ലേച്ഛത നിമിത്തം ദൈവം ദയ കാണിച്ച് മടുത്ത ദൈവം ആ രാജ്യങ്ങളെ കത്തിച്ച് കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, അഗ്നിയും ഗന്ധകവും അയച്ച് ചാമ്പലാക്കി കളഞ്ഞു. മടുത്തു ദൈവത്തിന്. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 15-ാം അധ്യായത്തിൽ 6-ാമത്തെ വചനം ദൈവം പറയുന്നില്ലേ, ഞാൻ ദയ കാണിച്ച് മടുത്തു,
ഞാൻ ദയ കാണിച്ച് മടുത്തു. ഇന്ന് നേരെയാവും, നാളെ നേരെയാവും, മറ്റന്നാൾ മാനസാന്തരപ്പെടും, ഇതാ എൻ്റെ അടുക്കലേക്ക് തിരിച്ചു വരും, ധൂർത്തപുത്രൻ വന്നതുപോലെ എൻ്റെ പക്കലേക്ക് തിരിച്ചു വരുമെന്ന് കാത്തിരുന്ന ദൈവം പാപത്തിൻ്റെ മ്ലേച്ഛതകൾ വർദ്ധിച്ചപ്പോൾ കിണറ്റിൽ പുതുവെള്ളം നിറയുന്നത് പോലെ ജെറുസലേമിൽ ഇതാ പുതിയ പാപങ്ങൾ നിറഞ്ഞിരിക്കുന്നു എന്ന് അരുൾ ചെയ്ത ദൈവം പാപത്തിൻ്റെ ആധിക്യം കണ്ടപ്പോൾ ദയ കാണിച്ച് മടുത്ത ദൈവം ആ രാജ്യങ്ങളെ കത്തിച്ച് കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പ്രേരണ തന്നിട്ട് ഞാൻ പറയട്ടെ, ഒരുപറ്റം വൈദികർ ഒരുപക്ഷെ ദൈവരാജ്യത്തിന് വേണ്ടി ഷണ്ഡത്വം സ്വീകരിച്ചിരിക്കുന്ന ഒരുപറ്റം വൈദികരും ഒരുപറ്റം സിസ്റ്റേഴ്സും പിതാക്കന്മാരും അനേകം അൽമായ ശുശ്രൂഷകരും അണിയറയിൽ കിടന്ന് വേദനിച്ച് ശുശ്രൂഷ ചെയ്യുന്ന ലോകം അറിയപ്പെടാത്ത അനേക ശുശ്രൂഷകരുമൊക്കെ ഈ ഭൂമിയിൽ ഉള്ളതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെയും രാജ്യത്തെ ദൈവം കത്തിക്കാത്തത്. ഈ ലോകത്ത് ദൈവം സോദോമിൻ്റെയും ഗൊമോറയുടെയും സ്ഥിതി വരാതെ ദയ കാണിക്കുന്നത് ഈ ഒറ്റ കാരണം കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇന്ന് ദൈവം തന്ന സന്ദേശം ശ്രദ്ധയോടെ കേൾക്കണേ. ഏതെങ്കിലും വിധത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ദൈവമക്കളോട് ഇരിപ്പുണ്ടോ? ഏതെങ്കിലും വിധത്തിൽ ലോകം അറിയുന്നില്ല പ്രിയപ്പെട്ടവരെ. ഇപ്പം സണ്ണി പ്രസംഗിക്കുന്നു, സണ്ണീനെ എല്ലാവരും കാണുന്നു, ലോകം അറിയുന്നു. എന്നാൽ ഇന്ന് അനേകം ധ്യാന മന്ദിരങ്ങളിൽ അടുക്കളയിലും അതുപോലെ ടോയ്ലറ്റ് വൃത്തിയാക്കുന്നു, ഇതാ അവിടെയെല്ലാം ക്ലീൻ ചെയ്യുന്നു, അനേകം ദൈവമക്കൾ കറിക്കരിയുന്നു, ഒത്തിരി സഹായങ്ങൾ ഈശോയ്ക്ക് വേണ്ടി ചെയ്യുന്നു. അതുപോലെ ഇന്ന് ശാലോം TV തുടങ്ങിയ TVയുടെയൊക്കെ പിന്നിൽ ഈ വചനപ്രഘോഷണം ഇതാ ജനത്തിന് എത്തിച്ചു കൊടുക്കാനായിട്ട്, ലോകം മുഴുവൻ എത്തിച്ചു കൊടുക്കാനായിട്ട് അണിയറയിൽ എത്രയോ ജീവിതങ്ങൾ അധ്വാനിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. എത്രയോ ജീവിതങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, പ്രതിഫലമുണ്ട് കേട്ടോ. ദൈവം വിശ്വസ്തനാ, ദൈവം നല്ലൊരു ന്യായാധിപനാ. നിനക്ക് പ്രതിഫലമുണ്ട്. ആ പ്രതിഫലം നിൻ്റെ കുടുംബത്തിലേക്ക് ദൈവം നിന്നിലേക്കും നിൻ്റെ വീട്ടിലേക്കുമൊക്കെ അയക്കുന്ന ഒരു വിശ്വസ്തനായൊരു ദൈവമാണ് നിൻ്റെ കർത്താവ്. പ്രതിഫലമുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ ലോക ജനതയുടെ രക്ഷയ്ക്ക് വേണ്ടി ഇതാ ഒരു ചെറിയ ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നീ നിൻ്റെ അടച്ചിട്ട മുറിയിലിരുന്ന് മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിക്കോട്ടെ, ദൈവം അതിനുള്ള പ്രതിഫലം തരും. ദൈവം വിശ്വസ്തനാണ് പ്രിയപ്പെട്ടവരെ. ഒരുപക്ഷെ നിൻ്റെ ഈ ശുശ്രൂഷയും ഭാഗമാക്കാകുന്നുണ്ട് സഭയോട് ചേർന്ന് അനേകരുടെ രക്ഷയ്ക്ക് വേണ്ടി. ഒരു സംശയമില്ല. അതുകൊണ്ട് ഒരിക്കലും നിരാശപ്പെടരുത്. നീ ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ കിട്ടുന്നത് മഹാഭാഗ്യമായിട്ട് കാണണം. ഇന്ന് അനേകം ദേവാലയങ്ങളിലും പല സ്ഥലങ്ങളിലും ധ്യാനമന്ദിരങ്ങളിലൊക്കെ എത്രയോ പേര് ഒരു പുറം ലോകം അറിയാതെ ഒറ്റയ്ക്ക് കിടന്ന് സങ്കടപ്പെട്ട് കഷ്ടപ്പെട്ട് വേദനിച്ച് ശുശ്രൂഷ ചെയ്യുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ആരും അറിയണ്ട, ആരും കാണണ്ട. എന്നാൽ കർത്താവിൻ്റെ കണ്ണുകൾ സൂര്യനേക്കാൾ 10,000 മടങ്ങ് ശക്തിയുള്ള ദൈവത്തിൻ്റെ കണ്ണുകൾ നിന്നെ നോക്കി കാണുന്നുണ്ട്. നീ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന ഓരോ ശുശ്രൂഷകളും പ്രിയപ്പെട്ടവരെ, ഞാൻ സത്യമായിട്ടും പറയാം, തമ്പുരാൻ പ്രതിഫലം തരും നിനക്ക്. ഇതൊക്കെയാണ് ദൈവത്തിന് വേണ്ടി നമ്മൾ ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ശുശ്രൂഷയിൽ തളരരുത്. ഒരു വേദന കിട്ടിയെന്ന് വിചാരിച്ച് ആ സാഹചര്യം നീ വിടരുത്. ദൈവം ഉണ്ടാവും നിൻ്റെ കൂടെ. നീ ഇറങ്ങിപ്പോകരുത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, സാറായുടെ ദാസിയായിരുന്നു ഹാഗാർ. ഒരു ദിവസം സാറ ഹാഗാറിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ദൈവത്തിൻ്റെ പ്രേരണയാകാം സാറ ഹാഗാറിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ദൈവം മരുഭൂമിയിൽ അവൾക്കും അവളുടെ കുഞ്ഞിനും പ്രൊട്ടക്ഷൻ കൊടുത്തില്ലേ? ദൈവം സംരക്ഷിച്ചില്ലേ? എന്നാൽ ഹാഗാർ യജമാനത്തിയുടെ വേദന സഹിക്കാൻ വയ്യാതെ അവൾ സ്വയം ഇറങ്ങിപ്പോന്നു. തൻ്റെ തന്നിഷ്ടപ്രകാരം ഹാഗാർ ഇറങ്ങിപ്പോന്നു തന്നെ. ദൈവം അവളോട് വഴിയിൽ തടഞ്ഞു നിർത്തി പറഞ്ഞു, ഹാഗാറെ, നീ നിൻ്റെ യജമാനത്തിയുടെ അടുക്കൽ ചെന്ന് അവൾക്ക് വിധേയമായിട്ട് ജീവിക്കണം. അത് ദൈവഹിതമാണ്. ഇറക്കി വിടുന്നതും ഇറങ്ങിപ്പോരുന്നതും വ്യത്യാസമുണ്ട്. ധ്യാനമന്ദിരങ്ങളിൽ നിന്നൊരു വേദന കിട്ടുമ്പോൾ, ശുശ്രൂഷ മേഖലയിൽ നിന്ന് ഒരു ചെറിയ മുറിവ് പറ്റുമ്പോൾ ഇറങ്ങിപ്പോകരുത് പ്രിയപ്പെട്ടവരെ. നിൻ്റെയൊക്കെ വലിയ ശുശ്രൂഷയുടെ ഫലമാണ് ദൈവം ഈ ലോകത്തോട് ദയ കാണിച്ച് താങ്ങി നിർത്തുന്നത്. ഇത് നിസ്സാര കാര്യമൊന്നല്ല കേട്ടോ. ദൈവത്തിന് വേണ്ടി വേല ചെയ്യാൻ, ദൈവജനത്തിന് വേണ്ടി സഭയോട് ചേർന്ന് വേല ചെയ്യാനായിട്ട് ദൈവം തരുന്ന ഈ ഒരു അഭിഷേകം അത് നിസ്സാരമായിട്ട് കാണരുത്. സംഖ്യയുടെ പുസ്തകത്തിലൊരു വചനമുണ്ട്, 16-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ തിരുവചനം. കർത്താവിൻ്റെ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യാനും ദൈവജനത്തിൻ്റെ മുമ്പിൽ നിന്ന് സേവനമനുഷ്ഠിക്കാനും ഇസ്രായേലിൻ്റെ ദൈവം സമൂഹത്തിൽ നിന്ന് നിങ്ങളെ വേർതിരിച്ചത് നിസ്സാര കാര്യമാണോ?
അതൊരു സില്ലി മാറ്ററാണോ? ദൈവത്തിൻ്റെ വചനം കേൾക്കണേ. സംഖ്യ 16:9 ദൈവത്തിൻ്റെ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യാനും ദൈവജനത്തിൻ്റെ മുമ്പിൽ നിന്ന് സേവനമനുഷ്ഠിക്കാനും ഇസ്രായേലിൻ്റെ ദൈവം നിങ്ങളെ സമൂഹത്തിൽ നിന്ന് വേർതിരിച്ചത്, അങ്ങനെ ഒരു മനസ്സ് തന്നത്, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാനുള്ളൊരു മനസ്സ് തന്നത് നിസ്സാര കാര്യമാണോ? അത് വലിയ മഹത്വത്തിൻ്റെ കാര്യമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലും ശുശ്രൂഷ ചെയ്യുന്ന ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ദൈവം നിൻ്റെ ശുശ്രൂഷയെ 10 മടങ്ങായിട്ട് ഇതാ ഒത്തിരി വലിയ ഗുണങ്ങളായിട്ട് നിനക്ക് തിരിച്ച് പ്രതിഫലം തരും. ദൈവം അത് കാണുന്നുണ്ട്. നിസ്സാരമായിട്ട് കാണരുത് ശുശ്രൂഷയെ. ലോകം അറിയുന്നില്ലായിരിക്കാം, എല്ലാവരും കാണുന്നില്ലായിരിക്കാം, തമ്പുരാൻ്റെ കണ്ണുകൾ കാണുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ദൈവം പ്രതിഫലം തരും. ഞാൻ വൈദികരോർത്ത് നന്ദി പറയാം, ഞാൻ സിസ്റ്റേഴ്സിനോർത്ത് നന്ദി പറയാം. ദൈവരാജ്യത്തിന് വേണ്ടി തൻ്റെ കുടുംബം വിട്ട്, തൻ്റെ മാതാപിതാക്കളെ വിട്ട്, സഹോദരങ്ങളെ വിട്ട് എല്ലാം ഉച്ഛിഷ്ടമായി കരുതിക്കൊണ്ട് തൻ്റെ വൈകാരികമായ എല്ലാ അവസ്ഥകളെയും കൺട്രോൾ ചെയ്തുകൊണ്ട് ദൈവത്തിന് വേണ്ടി ഷണ്ഡത്വം സ്വീകരിച്ചിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഏതെങ്കിലും ഒരു കുടുംബത്തിലുണ്ടോ വൈദികനോ സിസ്റ്റേഴ്സോ, ഒരാത്മായ ശുശ്രൂഷകനുണ്ടോ ഏതെങ്കിലും വീട്ടിൽ? ആ വ്യക്തിയെ പ്രതി, ആ കുടുംബത്തോട് ദൈവം കരുണ കാണിക്കും പ്രിയപ്പെട്ടവരെ. കഷ്ടപ്പാടുണ്ടാവില്ലെന്നല്ല ഞാൻ ഉദ്ദേശിച്ച്, സഹനങ്ങൾ ഉണ്ടാവില്ലെന്നല്ല ഞാൻ ഉദ്ദേശിച്ച്. ഒരു തീരാശാപങ്ങളും ഒരു ദോഷവും ദൈവം ആ കുടുംബത്തിൻ്റെ മേലെ ആരോപിക്കില്ല പ്രിയപ്പെട്ടവരെ. നീ ശുശ്രൂഷ ചെയ്യണം. ഇത് വലിയൊരു കാര്യമാണ് പ്രിയജനമേ, ഇത് വൻ കാര്യമാണ്. ഞാൻ മാസങ്ങൾക്ക് മുമ്പ് അരുണാചൽ പ്രദേശിൽ മിയാവു രൂപതയിൽ അവിടുത്തെ ബഹുമാനപ്പെട്ട ബിഷപ്പിൻ്റെ ക്ഷണപ്രകാരം ഞാൻ മിയാവു രൂപതയിൽ ഒരു 2-3 പള്ളിയിൽ കൺവെൻഷൻ നടത്താൻ പോയി. ഞാൻ ഹിന്ദി പ്രസംഗിക്കും, അവരവരുടെ വാഞ്ചോ എന്നൊരു ഭാഷയിൽ അവർ ട്രാൻസ്ലേറ്റ് ചെയ്യും ആരെങ്കിലും. 4 ദിവസം വീതമുള്ള കൺവെൻഷൻ പ്രിയപ്പെട്ടവരെ. കഷ്ടപ്പാടിൻ്റെ സ്ഥലം, കുളിക്കാൻ പോലും വെള്ളമില്ല. മിയാവു രൂപതയിലെ ഒരു മലയുടെ മുകളിൽ, ഞാൻ സ്ഥലം ഓർക്കുന്നില്ല, കുളിക്കാൻ പോലും വെള്ളമില്ല. കുടിവെള്ളം അവരൊരു മുള ദ്വാരമാക്കി, ആ മുളയിൽ എവിടെയോ പോയി ദൈവം കൊടുക്കുന്ന ജീവജലത്തിൻ്റെ ഉറവ പോലെ എവിടെയോ ഒരു ഉറവയുണ്ട്, ചെറുതായിട്ട് വെള്ളം വരുന്നു. അവിടെ നിന്ന് വെള്ളം ശേഖരിച്ച് അവർ ഈ കൊട്ടയിൽ മുളകൾ വെച്ച് ആ മുളയിൽ വെള്ളം നിറച്ച് കൊണ്ടുവരും പ്രിയപ്പെട്ടവരെ. കുടിവെള്ളത്തിന് പോലും ബുദ്ധിമുട്ടുള്ള സ്ഥലം. അവിടെ ഒരു കൊച്ചു പള്ളിയുണ്ട്, ഓല കൊണ്ട് മേഞ്ഞൊരു പള്ളി. ചുമ്മാ ഒരു ഓല ഷെഡ്. അവിടെ ബലി അർപ്പിക്കാൻ ഒരു വൈദികനുണ്ട്. 5 മണിക്കൂർ ജീപ്പിൽ ദുർഘടം നിറഞ്ഞ യാത്ര ചെയ്തിട്ടാണ് ആ പള്ളിയിൽ എത്തിച്ചേരുന്ന മലയുടെ മുകളിൽ പ്രിയപ്പെട്ടവരെ. അവിടെയാണ് ഞാൻ കൺവെൻഷൻ നയിച്ചത്. അവിടെ പരിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുക. ബഹുമാനപ്പെട്ട വൈദികൻ അവിടെ ഒരു ബലിപീഠത്തിൽ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുക. അവിടെ ജനമൊക്കെ ഇരുന്ന് കുർബാനയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, അവർ ദൈവത്തിന് കൊടുക്കുന്ന നേർച്ച കാഴ്ചകൾ കേൾക്കണോ? പുല്ലുചൂല്, ഒരു തക്കാളി, ഒരു സവോള, ഒരു വെളുത്തുള്ളി, ഒരു ഇഞ്ചിയുടെ കഷ്ണം, ദൈവത്തിന് ബലിയർപ്പണത്തിൽ ദൈവത്തിന് കൊടുക്കുന്ന ബലിവസ്തുക്കൾ, അതിലും ദൈവം പ്രസാദിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അതിലും ദൈവം പ്രസാദിക്കുന്നുണ്ട്. ദൈവം തന്നതിൽ നിന്ന് ദൈവത്തിന് കൊടുക്കുക ആ കൊച്ചു കാര്യങ്ങൾ. എൻ്റെ പ്രിയ ജനമേ, അങ്ങനെ ബലിയർപ്പണം നടന്നുകൊണ്ടിരിക്കുക. പെട്ടെന്ന് മഴ പെയ്തു. ആളുകൾ ഒരു 2-3 മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. ഞാൻ വിചാരിച്ചു എന്തിനീ ഓടുന്നത്? എന്നിട്ട് അവർ ഓരോരോ ബക്കറ്റ്, പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റ് കൊണ്ടുവന്ന് അൾത്താരയിൽ നിരത്തി വയ്ക്കുക, അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. മഴ ശക്തമാകിയപ്പോൾ എനിക്ക് മനസ്സിലായി ആ ബക്കറ്റ് വെച്ചത് എന്തിനാണെന്നോ, വെള്ളം ചോരുന്ന ആ ദേവാലയത്തിൽ ആ ബലിപീഠത്തിന് മേലെ വെള്ളം ചോരുക. ആ വെള്ളം അവിടെ ആകെ പരക്കാതിരിക്കാൻ ബക്കറ്റുകൾ വെച്ചുകൊണ്ടിരിക്കാൻ പ്രിയപ്പെട്ടവരെ. സങ്കടം തോന്നി എനിക്ക്, വേദന തോന്നി എനിക്ക്. ആ ബലിയർപ്പണത്തിൽ വൈദികൻ്റെ മേൽ വെള്ളം വീഴുന്നുണ്ട്, ജനത്തിൻ്റെ മേൽ വെള്ളം വീഴുന്നുണ്ട്. എങ്കിലും കർത്താവ് അനുസ്മരിപ്പിച്ച ആ പരിശുദ്ധ കുർബാന തൻ്റെ മക്കൾക്ക് വേണ്ടി ഓരോ ദിവസവും ആ ഗോതമ്പപ്പം സ്വന്തം ശരീരമായി മാറ്റുന്ന ആ വലിയ പ്രക്രിയ, എല്ലാ ദിവസവും തൻ്റെ മക്കൾക്ക് വേണ്ടി ഭാഗിച്ചു കൊടുക്കുന്ന ആ പരിശുദ്ധ കുർബാന അന്ന് അവിടെ അർപ്പിച്ചപ്പോൾ അത് വലിയ അഭിഷേകമായിരുന്നു പ്രിയപ്പെട്ടവരെ. ഞാൻ ഓർത്തുപോയി, ദൈവമക്കളെ, ആ വൈദികൻ, ലോകത്തിന് വേണ്ടി മുഴുവൻ ബലിയർപ്പിക്കുന്ന ആ വൈദികൻ, ആരറിയുന്നു ഈ കഷ്ടപ്പാട്? ആരറിയുന്നു ഈ വേദന? ആ ഒരു വലിയ ആ ഒരു ശുശ്രൂഷ, ആ ഒരു കൂദാശ ലോകത്തിന് വേണ്ടി മുഴുവൻ അർപ്പിക്കപ്പെടുക പ്രിയപ്പെട്ടവരെ. കൈ വിരിച്ച് പിടിച്ച്
എല്ലാ ജാതി മതസ്ഥർക്കും അതുപോലെ അധികാരികൾക്കും ലോകത്തിലെ എല്ലാ ദൈവമക്കൾക്കും നാനാജാതി മതസ്ഥർക്കും വേണ്ടി ആ വൈദികൻ അർപ്പിക്കുന്ന ബലി, അതുപോലെ വൈദികർ അർപ്പിക്കുന്ന ബലികൾ, സിസ്റ്റേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷകൾ, അൽമായ ശുശ്രൂഷകർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈശോയ്ക്ക് വേണ്ടിയുള്ള ആ വലിയ പ്രയത്നങ്ങൾ, അതുകൊണ്ടൊക്കെ അല്ലേ സോദോമിനെ പോലെയും ഗൊമോറയെ പോലെയും നമ്മെ ശിക്ഷിക്കാതെ, നമ്മെ ചാമ്പലാക്കാതെ, ഇത്ര പാപം ചെയ്തിട്ടും ഇത്ര മ്ലേച്ഛത ചെയ്തിട്ടും നമ്മളെ കാത്തു സൂക്ഷിക്കുന്നത്. അതുപോലെയുള്ള ബലിയർപ്പണങ്ങളാണ് പ്രിയപ്പെട്ടവരെ. വേദനിപ്പിക്കരുത്, വേദനിപ്പിക്കരുത് വൈദികരെ, വേദനിപ്പിക്കരുത് സിസ്റ്റേഴ്സിനെ, വേദനിപ്പിക്കരുത് ഈശോയുടെ നാമത്തിലുള്ളവരെ. ഒരു മനുഷ്യനെയും വേദനിപ്പിക്കരുത്. ഏത് മതവും ഏത് ജാതി ആയിക്കോട്ടെ, അവരുടെ ഉള്ളിൽ ഈശോ വസിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ഗോപുരങ്ങൾ അവരൊക്കെ, ദൈവത്തിൻ്റെ മന്ദിരങ്ങൾ അവരൊക്കെ. വേദനിപ്പിക്കരുത് പ്രിയപ്പെട്ടവരെ. ഏതോ ഒരു വൈദികൻ തെറ്റ് ചെയ്തു, ഏതോ ഒരു സിസ്റ്റേഴ്സ് തെറ്റ് ചെയ്തു. എല്ലാ വൈദികരും അങ്ങനെയാണോ? എല്ലാ സിസ്റ്റേഴ്സും അങ്ങനെയാണോ? ഏതോ ഒരു അപ്പൻ തെറ്റ് ചെയ്തു, എല്ലാ അപ്പന്മാരും അങ്ങനെയാണോ പ്രിയപ്പെട്ടവരെ? പ്ലീസ്, ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ പറയാം, വേദനിപ്പിക്കരുത്. അതുകൊണ്ടാണ് സങ്കീർത്തനങ്ങളിൽ 105 സങ്കീർത്തനം 15 തിരുവചനം, ദൈവം ശക്തമായിട്ട് ആജ്ഞാപിക്കുന്നു, കമാൻഡ് ചെയ്യുക ദൈവം. എന്താണെന്നോ? എൻ്റെ അഭിഷിക്തരെ തൊട്ടുപോകരുത്, എൻ്റെ അഭിഷിക്തരെ തൊട്ടുപോകരുത്, എൻ്റെ പ്രവാചകർക്കെതിരെ ഒരു ഉപദ്രവം ചെയ്യരുത്. എൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എൻ്റെ ദൈവമക്കൾ, എൻ്റെ അൽമായ ശുശ്രൂഷകർ, എൻ്റെ പ്രവാചകർ, അവർക്ക് ഒരു ഉപദ്രവം ചെയ്യാൻ പാടില്ല. ദൈവത്തിന് വേണ്ടി ഒരു ദ്രോഹം ചെയ്യാൻ പാടില്ല. എൻ്റെ അഭിഷിക്തരെ തൊട്ടുപോകരുത്, പാടില്ല പ്രിയപ്പെട്ടവരെ. ഇന്ന് ഫേസ്ബുക്കിലും ഇന്ന് വാട്സപ്പിലുമൊക്കെ അനേകം വൈദികരെക്കുറിച്ചും സഭയെക്കുറിച്ചും ഓരോരോ മ്ലേച്ഛതകളൊക്കെ ഇടുമ്പോൾ ഞാൻ നോക്കാറുണ്ട് പ്രിയപ്പെട്ടവരെ. സഭയിലെ ചില അംഗങ്ങൾ തന്നെയാണ്. പാടില്ല സ്നേഹമുള്ളവർ, ഒരിക്കലും പാടില്ല. മാപ്പ് ചോദിക്കണം. നമ്മുടെ കൃപകൾ നഷ്ടമാകുന്നു, ചില തീരാശാപങ്ങൾ നമ്മുടെ മേൽ വീഴുന്നു പ്രിയപ്പെട്ടവരെ. വേദനിപ്പിക്കരുത്. ഒരു വൈദികൻ എന്നോട് വേദനയോടെ പറഞ്ഞ കാര്യം, സണ്ണി, എൻ്റെ മുറിയിലിട്ട് എന്നെ 3-4 പേര് പൂട്ടിയിട്ടു. ഞാൻ അവരോട് ജനലിലൂടെ കെഞ്ചി കണ്ണീരോടെ പറഞ്ഞു, ദിവ്യബലി അർപ്പിക്കാൻ എനിക്ക് സമയം താ, അത് കഴിഞ്ഞിട്ട് എന്നെ പൂട്ടിയിട്ടോ, ചങ്ങലക്കിട്ടോ. അവർ പറഞ്ഞു, ഇവിടെ കിടക്കടോ കത്തനാരത്, ഇവിടെ കിടക്കടോ എന്നും പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവജനം വന്നിട്ട് കാത്തിരിക്കുക. എനിക്ക് ബലിയർപ്പിക്കാൻ പറ്റുന്നില്ല. ഞാനൊരു വൈദികനായതിൻ്റെ ലക്ഷ്യം തന്നെ ആ ഒരു ബലിയർപ്പണമാണ്. ഒരു ഗോതമ്പപ്പത്ത് പരിശുദ്ധ വചനം കൊണ്ട് കൂദാശ ചെയ്യുമ്പോൾ ഈശോയുടെ ശരീരമായിട്ട് മാറുന്ന ആ മുന്തിരിച്ചാറ് യേശുവിൻ്റെ രക്തമാക്കി മാറ്റുന്ന ആ വലിയൊരു അഭിഷേകം കിട്ടിയ ഒരു വൈദികൻ, അദ്ദേഹം അവിടെ ഇരുന്ന് കരഞ്ഞു. അന്ന് ബലിയർപ്പിക്കാൻ പറ്റില്ല, ആളുകൾ മടങ്ങിപ്പോയി പ്രിയപ്പെട്ടവരെ. എന്നാൽ ഞാൻ വേദനയോടെ പറയട്ടെ, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ ഒത്തിരി തകർച്ചയ്ക്ക് അടിമപ്പെട്ടു. ഞാനൊന്നും സൂചിപ്പിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. ഒത്തിരി വലിയ തകർച്ചയ്ക്ക് അടിമപ്പെട്ടു, ഒത്തിരി വലിയ നാശങ്ങൾക്ക് അടിമയായി. എൻ്റെ അഭിഷിക്തരെ തൊട്ടുപോകരുത്. നാനാജാതി മതസ്ഥർക്കും ലോകം മുഴുവനും വേണ്ടി ബലിയർപ്പിക്കുന്ന വൈദികർ, അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന അനേകം ദൈവ അൽമായ ശുശ്രൂഷകർ, സിസ്റ്റേഴ്സ്, വേദനിപ്പിക്കരുത് പ്രിയപ്പെട്ടവർ. വേദന കൊടുക്കരുത്. ഏത് കാരണത്തായാലും മാപ്പ് കൊടുക്കണം. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നിന്നുള്ളവരല്ലേ വൈദികരും സിസ്റ്റേഴ്സും ഒക്കെ ആയിട്ട് രൂപം കൊള്ളുന്ന പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് എൻ്റെ സ്നേഹമുള്ള ദൈവമക്കളെ, ഒരു ശുശ്രൂഷയും ചെയ്യാൻ നിനക്ക് സാധിക്കാത്തൊരവസ്ഥയാണോ? നീ ഒരു കുടുംബിനിയാണോ? മക്കളെ പോറ്റണം, അവരുടെ കാര്യങ്ങൾ നടത്തണം, ഒത്തിരി കാര്യങ്ങളുള്ള വ്യക്തിയാണോ? നീ ഒരു ഓഫീസിലെ ജോലിക്കാരനോ ജോലിക്കാരിയാണോ? ആയിക്കോട്ടെ. നീ ഓടി നടന്ന് ശുശ്രൂഷ ചെയ്യാൻ പറ്റുന്നില്ലേ? വേണ്ട. ഇരിക്കുന്ന ഓഫീസിലിരുന്ന്, ഇരിക്കുന്ന അടുക്കളയിലിരുന്ന്, ഇരിക്കുന്ന സ്ഥലത്തിരുന്ന് ഒറ്റ പ്രാർത്ഥന, ദൈവമേ, ലോക ജനതയോട് കരുണ കാണിക്കണേ, നാനാജാതി മതസ്ഥരോട് കരുണ കാണിക്കണേ, തിരുസഭയോട് കരുണ കാണിക്കണേ, ആരും ശിക്ഷിക്കരുത്. ഞാൻ വാഹനം ഓടിക്കാൻ എൻ്റെ ബൈക്കിൽ കയറുമ്പോൾ അപ്പം ഞാൻ പ്രാർത്ഥിക്കും, എന്നെ മാത്രം സംരക്ഷിച്ചാൽ പോരാ ദൈവമേ. അനേകർ വാഹനം ഓടിക്കുന്നുണ്ട്, അനേകരിപ്പോൾ യാത്ര ചെയ്യുന്നുണ്ട് ഈ ലോകത്തിൽ. എല്ലാവരെയും നീ പ്രൊട്ടക്റ്റ് ചെയ്യണേ. നമ്മെക്കൊണ്ടാവുന്ന ശുശ്രൂഷ പ്രിയപ്പെട്ടവരെ, നമ്മെക്കൊണ്ട് സാധിക്കുന്ന ശുശ്രൂഷ ദൈവത്തിന് വേണ്ടി ചെയ്യണം. അതിലേറ്റവും ഉന്നതമായൊരു ശുശ്രൂഷ മധ്യസ്ഥ പ്രാർത്ഥന. ദൈവജനത്തിന് വേണ്ടി കൈവിരിക്കണം. നമ്മളായിരിക്കുന്ന തിരക്ക് പിടിച്ച ജീവിതത്തിൽ, ആ അണിയറയിൽ ആരും കാണാത്ത ആ ഒരു അവസ്ഥയിൽ അവിടെ ഇരുന്നു കൊണ്ട്, എൻ്റെ കർത്താവേ, എനിക്ക് വേണ്ടി മരിച്ചവനെ നീ എല്ലാവരോടും ദയ കാണിക്കണം, ശിക്ഷിക്കരുതേ, സോദോമിനെ പോലെ ആക്കരുത്, ഗൊമോറയെ പോലെ ആക്കരുത്. ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി പ്രിയപ്പെട്ടവരെ. ദൈവത്തിൻ്റെ പ്രതിഫലമുണ്ട്.
ഒരു വചനം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുക. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 9-ാമത്തെ അധ്യായം 4-ാമത്തെ തിരുവചനം. ദൈവം പ്രവാചകനിലൂടെ പറഞ്ഞു, നീ ജെറുസലേം പട്ടണത്തിലൂടെ കടന്നു പോകുമ്പോൾ ജെറുസലേം പട്ടണത്തിൽ നടമാടുന്ന മ്ലേച്ഛതകളെ ഓർത്ത് കരയുന്നവരുടെ നെറ്റിയിൽ നീ ഒരു മുദ്ര പതിപ്പിക്കണം. വചനം ശ്രദ്ധിച്ച് കേൾക്കണം. പ്രവാചകനോട് ദൈവം പറയുക, പ്രവാചക, നീ ജെറുസലേം പട്ടണത്തിലൂടെ കടന്നു പോകണം. അങ്ങനെ കടന്നു പോകുമ്പോൾ അവിടെ ആ ജെറുസലേം പട്ടണത്തിൽ നടമാടുന്ന മ്ലേച്ഛതകൾ, ആ മ്ലേച്ഛതകളെ ഓർത്ത് കരയുന്ന ചിലരിപ്പുണ്ട്. ആ മ്ലേച്ഛത മാറ്റണേ, തിന്മകൾ മാറ്റണേ, പാപികളെ രക്ഷിക്കണേ എന്നും പറഞ്ഞ് പാപം ചെയ്യുന്നവരെ ഓർത്ത് വേദനിക്കുന്ന ആരൊക്കെയോ ആ പട്ടണത്തിലുണ്ട്. വചനം ശ്രദ്ധിക്കാം. ജെറുസലേം പട്ടണത്തിലൂടെ നീ കടന്നു പോകുമ്പോൾ അവിടെ നടമാടുന്ന മ്ലേച്ഛതകളെക്കുറിച്ച് കരയുകയും വിലപിക്കുകയും ചെയ്യുന്നവരുടെ നെറ്റിയിൽ നീ ഒരു അടയാളം പതിപ്പിക്കണം. എന്നിട്ട് ദൈവം പറഞ്ഞു, സംഹാരദൂതരോട് പറഞ്ഞു, അന്ത്യവിധിയുടെ ദിവസം വരുമ്പോൾ ദൈവം പറയാ, സംഹാരദൂതരോട് പട്ടണത്തിൽ പ്രവേശിക്കുക, ഗ്രാമങ്ങളിൽ പ്രവേശിക്കുക, അവിടെ നടമാടുന്ന മ്ലേച്ഛതകളുണ്ടല്ലോ, അങ്ങനെ ആ മ്ലേച്ഛതകൾ ചെയ്തവരെയൊക്കെ വൃദ്ധരെന്നോ യുവാക്കളെന്നോ സ്ത്രീയെന്നോ കുട്ടികളെന്നോ ഭേദമില്ലാതെ എല്ലാവരെയും ശിക്ഷ കൊടുക്കുക. എന്നാൽ ആ ശിക്ഷ കൊടുക്കുന്ന സമയത്ത് നെറ്റിയിൽ അടയാളമുള്ളവരെ ആരെയും തൊടരുത്. കണ്ടോ, ഏതടയാളം? മധ്യസ്ഥം പ്രാർത്ഥിച്ച ജനത്തിൻ്റെ നെറ്റിയിൽ അടയാളമിടാൻ പറഞ്ഞില്ലേ? അങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ അടയാളമുള്ള ഒരാളെയും തൊട്ടുപോകരുത്. അവരെൻ്റെയാണ്. നമുക്ക് ശുശ്രൂഷ ചെയ്യാം, നമുക്ക് ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മെ കൊണ്ടാവുന്നത് അണിയറയിൽ, അടുക്കളയിൽ, പൂന്തോട്ടത്തിൽ, ആ ടോയ്ലറ്റിൽ ഈശോയ്ക്ക് വേണ്ടി എന്താ നമുക്ക് സാധിക്കുന്നത് ചെയ്യാം. നമുക്കത് ദൈവം അനുഗ്രഹിക്കും. കണ്ണടയ്ക്കാം. ഇത് നിസ്സാര കാര്യമല്ല ദൈവജനമേ, ദൈവമക്കളെ, ഇത് നിസ്സാര കാര്യമല്ല. ഈശോയോട് പറയാം, എന്നൊരു ശുശ്രൂഷകനാക്ക്, എന്നൊരു ശുശ്രൂഷകയാക്ക്. സമരിയാക്കാരി പെണ്ണിനെ പോലെ പട്ടണത്തിൽ ചെന്ന് വിളിച്ചു പറയുവാൻ, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എന്നെയും ഒരു ശുശ്രൂഷകനാക്കി ഈശോയെ. പ്ലീസ് കൃപ ചൊരിയണമേ. അതിനുള്ള അഭിഷേകം ഇപ്പോൾ തന്നെ നിറയ്ക്കണമേ. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളിലെല്ലാം ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാനുള്ള വലിയ പ്രസാദ വരം കൃപകൾ നിറയട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളും സഭയിൽ അംഗങ്ങളാണ്. വൈദികരെ അനുഗ്രഹിക്കണമേ. ഞങ്ങളിൽ നിന്ന് തെറ്റുപറ്റിപ്പോയി ഈശോയെ മാപ്പ് ചോദിക്കുന്നു. പരിശുദ്ധ അമ്മ പ്രാർത്ഥിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം, അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം.